തല തെറിച്ചവരൊട്ടാകെ വാഴണ കൊട്ടാരമാണ്. ആശുപത്രിക്കകത്താണോ പാട്ട് വെച്ചോണ്ടിരിക്കുന്നത്? അത് പാട്ട് കേൾക്കല്ലെന്നേ, വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുവോ? എന്തുവാടി, ഞാൻ എവിടുന്ന് പൈസ എടുത്തു തരാനാ? ആശുപത്രി കിടന്നാലും സമാധാനം തരത്തില്ല. എന്തോ ചെയ്യാനാന്ന് പറ. ആരാടാ? വീട്ടിൽ നിന്ന് വിളിക്കുവാ, അങ്ങ് ചൊറിയുവല്ലയോ? എനിക്കതിന്റെ ബാക്കി അവള് വിളിച്ചാൽ എനിക്ക് ചൊറിഞ്ഞാൻ കയറും. അതല്ല, ഇത് ഇട്ടേക്കുന്നത് എനിക്ക് ഇതിനകത്ത് ചൊറിയുവാ. അതിനകത്തൊരു ഈർക്കൽ വല്ല ഇട്ടൊന്ന് കുത്തിയാ മതി. മതിയാ? ഓ, നീ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെ ഉണ്ട് ചോദിക്കട്ടെ. ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെ ഉണ്ട്? ആരോടാ? ഇന്നലെ എനിക്കിട്ടാന്നാ കുത്തി. എവിടെ കുത്തിട്ട് അങ്ങ് പോയില്ലേ സിസ്റ്റർ? മെത്തക്കിട്ടോ? പിന്നെ മെത്തക്ക് എന്താ പറ്റി? എനിക്കറിയാം അയ്യേ. സത്യത്തിൽ ആ നേഴ്സിനെ ആദ്യം ചികിത്സിക്കണം, പിന്നല്ലാതെ അതല്ലേ ചെയ്യേണ്ടത്. ഓ, അണ്ണ എന്താ കഴിച്ചണ്ണ? ഞാന് അല്പം എവിടുന്ന് കിട്ടി? അല്പം എന്നാണോ പറഞ്ഞേ? അല്പം പറഞ്ഞു വരട്ടെ. അല്പം കഞ്ഞി കുടിച്ചു. ആ, അല്പം കഞ്ഞി കുടിച്ചിട്ട് ഇരിക്കുവാ. കൂട്ടിയിരിക്കുന്നത് ആരാ? കൂട്ടിരിക്കുന്ന എന്റെ മൂത്ത മോൻ. അതാണ് ഞാൻ ചോദിച്ചേ. ഓ, ഇളയവനോ? ഇളയവൻ അവളെ കൂട്ടിരിക്കുവാ. എടാ, നിന്റെ കൂടെ ഇവിടെ ആശുപത്രി കൂട്ടിയിരിക്കുന്ന ആരാ? നമ്മക്ക് ആരെങ്കിലും ഉണ്ടോ കൂട്ടിരിക്കാൻ? എല്ലാവർക്കും നമ്മുടെ പൈസ മതി. എന്റെ സഹോദരങ്ങൾ പോലും ഇല്ലയോ? ഓ, ഒരു പെങ്ങളുണ്ട്. അവളെ കെട്ടിച്ചേക്കുന്നേ അങ്ങ് തെങ്ങമത്താ. ഞാനാന്നോ? അന്നേരം പരിചയമുണ്ടോ? സംസാരിക്കണം. ഇല്ല, പറ. ഈ ചെറുക്കനാണെങ്കിലേ മദ്യപാനിയവൻ. മദ്യം പോട്ടെന്നാ, കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്കുണ്ട് ഇവൻ പറയാൻ മൂത്ത ചെറുക്ക അവന്റെ അങ്ങ് സംശയോ. എന്താ ചെയ്യാൻ പറ്റുമെന്നാ? എടാ, അതിനൊക്കെ ഒരു ടെസ്റ്റ് ഉണ്ട്. എന്നാ ടെസ്റ്റാ? DDT ടെസ്റ്റ്. പെങ്ങള് പറ്റുന്നത് ഉറുമ്പ് കുഞ്ഞിനെയാണോ? അല്ല, നിനക്ക് എന്തുവായിരുന്നു പണി? എന്തുവായിരുന്നു? അണ്ണാ, എനിക്ക് പെയിന്റിങ്ങിന്റെ പണിയായിരുന്നു. എനിക്ക് ഗുരു ഉണ്ടായിരുന്നു പെയിന്റിങ് പണിക്ക്. ഈ പുള്ളിക്കാരന്റെ കൂടെ കഴിഞ്ഞ ആഴ്ച പണിക്ക് പോയത്. സ്വർണ്ണക്കടക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് പോയി. എന്റെ അകത്ത് ഞാൻ ഇങ്ങനെ പെയിന്റ് അടിച്ച് ഇങ്ങനെ വരുവാ. അപ്പൊ ഭിത്തിക്കകത്ത് എഴുതി വെച്ചേക്കുന്ന പണിക്കൂലി കുറവാണ്. അപ്പോഴേ ഞാൻ പ്രശ്നം കഴിവി. നിന്റെ പണിക്കൂലി അല്ല കുറവ്, പിന്നെ അവിടെ പണിയുന്ന സ്വർണത്തിന്റെ പണിക്കൂലിയാ കുറവ്. നിനക്കൊരു തച്ച് കിട്ടത്തില്ലായിരുന്നോ? ഞാൻ അന്നേ ഇറങ്ങി വന്നപ്പോ പറ്റിയത് ഈ ആക്സിഡന്റ്. അവിടെ നിന്നാ മതിയായിരുന്നു. ഇല്ലയോ? മതിയായിരുന്നു. ആ സ്വർണ്ണക്കടക്കാരന്റെ പ്രാക്കാന്ന് തോന്നുന്നു. ആണല്ലോ, ഒരു എന്തായാലും അവന് നല്ലപോലെ നിന്നെ പ്രാഗിട്ടുണ്ടോ? ഉണ്ടല്ലയോ? അന്റെ കാലം എന്താ പറ്റിയത്? ഇത് എന്റെ എടാ, എനിക്ക് സത്യം പറഞ്ഞ മറവി, ഭയങ്കര മറവിയാ. ഇപ്പൊ എന്തോ ചോദിച്ചേ? അവന്റെ കാലിന് എന്താ പറ്റിയതാ? കാലിന് എന്റെ പെണ്ണുമ്പിള്ള പറഞ്ഞ് ഞാൻ വെള്ളം അടിച്ചിട്ടൊന്നും അലമ്പാന്നു. ആയിരിക്കും, ഞാൻ മറന്നുപോയില്ലയോ? അപ്പൊ ഞാൻ എന്തോ ഒരു ദിവസം ഞാൻ ഓർത്ത് ഇനിയും ജീവിച്ചിട്ട് കഥയില്ല, ചത്തുകളയാ. ഞാൻ പറമ്പിൽ പോയി ഒരു ആഞ്ഞിലി ഉണ്ട് ഞങ്ങൾക്ക്, ചൂട് മൊത്തം പാറയാ. ഞാൻ എന്റെ മണ്ടേ കയറി കുരുക്കൊക്കെ ഇട്ട് സെറ്റാക്കിയിരുന്നു. മടിയിലിരിക്കുമായിരുന്നു ഫോണ്. അത് ഞാൻ എടുത്ത് നോക്കിയാൽ പെണ്ണുമ്പിള്ളയാ. ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു, എടി എനിക്ക് ഇനിയും വയ്യ, നീ 2 കുഞ്ഞുങ്ങളെ നോക്കണം, തീരാൻ പോവാ, ഞാനിപ്പോ ചാകാൻ പോവാന്ന് പറഞ്ഞു ഫോണും വെച്ച് എടുത്തൊരു ചാട്ടം. അടുത്ത കുരി കിട്ടില്ലടാ. ഞാൻ ആ പാറക്കത്തല്ലേ വന്ന് വീണേ, അങ്ങനെ കാല് ഒടിഞ്ഞത്. നീ അവിടെ പ്രാർത്ഥനയാന്നോ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയാന്ന് നടത്തില്ല, നിസ്സാര പരിക്കോടെ ഞാൻ രക്ഷപ്പെട്ടു. ഇല്ല, ഞാൻ ചത്തുപോയത്. പിന്നെ ഇല്ലെങ്കിൽ ആരേലും പിന്നെ വരാനുണ്ടോ? ഇല്ല. അത് തന്നെയല്ല, ഇനി ഒരു കാലത്തും അങ്ങനെ ചെയ്യത്തില്ലയോ? അല്ലെന്ന്, ഇപ്പൊ ഒരു കാലത്തും ഇതെത്തത്തില്ല. ഓ, അങ്ങനെ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും ഇപ്പം വരാനില്ല. പിന്നുള്ളത് കുറച്ച് ആടാ. ഓ, ആളുടെ ആടാ? എന്റെ ആടാ. ദേഷ്യപ്പെടുന്നേ? എടാ, എന്റെ ആടാന്ന്. ഓ, അങ്ങനെ. എന്നിട്ട് ഇപ്പൊ അവിടുന്ന് പിള്ളേർ വിളിച്ച് പറയും ആടിനെ വയറിളക്കം, അവര് പഴത്തൊലി കൊടുത്തോണ്ടിരിക്കുക. അയ്യോ, സംഭവം എന്തോന്നറിയാവോ? ഈ പഴത്തൊലി കൊടുത്തിട്ടേ വയറി പിടിച്ച് കാണത്തില്ല. അങ്ങനൊക്കെ ഉണ്ടോ? പിന്നെ എന്നാ പറയണ്ടായിരുന്നു. ഒന്ന് സൂര്യ ഒന്ന് വിളിക്കട്ടെ. എടി സൂരേ, അവളെ എപ്പോഴും എൻഗേജാ. സൂരേ, എടി ആടിന് നീ പഴത്തൊലി കൊടുക്കുവാന്നോ? കൊടുക്കുമ്പോ അതിന്റെ വയറിന് പിടിച്ചോണം, മുറുക്കി പിടിച്ചോണം കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ പഴത്തൊലി കൊടുത്തില്ലയോ, അത് ദഹിച്ച് കാണത്തില്ല. തെളിച്ച് പറയണ്ടായിരുന്നോ? സുരേ, വെക്കല്ലേടി ആ പിടി വിട്ടാരെ. അതിന്റെ അല്ല, നിമ മാറി മാറി വർത്താനം പറയുക. ശരി വയറൊന്നു പോകുന്നുണ്ട്, ഞാൻ ബാത്റൂമിലൊന്ന് പോട്ടെ. പോയിട്ട് ഞാൻ ഗുളികയും കഴിച്ചില്ല. ഡോക്ടർ വരുവാന്ന് പറയണടാ. പറയാം. അയ്യോ, പോയിട്ട് ഡോക്ടർ വരുന്നതിന് ഞാൻ വരാം, ശ്രദ്ധിച്ചോളാ. അതെവിടെ പോയോ എന്തോ? എടാ സുരേഷേ, തപ്പുന്നേ. ഓ, ഗുളിക പിന്നെ ഉന്നം തെറ്റി പോയി. നീ എന്നേലും ഒരു ദിവസം ഈ ഗുളിക നീ കഴിച്ചിട്ടുണ്ടോ? ഒരു ഉന്നമില്ലണ്ണാ. അല്ല, അത് കഴിച്ചാൽ നിന്റെ അസുഖം മാറത്തുള്ളടാ. നിന്നോട് പറഞ്ഞ മനസ്സിലാവും. പെട്ടെന്ന് വന്നോ? എടാ, എന്തോ ചെയ്യാൻ, ഞാൻ ഇവിടുന്ന് കൊന്തി അക്കരെ വെള്ളം അങ്ങ് തീരും. ഇപ്പൊ 3ാമത്തെ പോക്കായി പോകുന്നത്. എന്റെ വെള്ളം എടുത്തോണ്ട് പോകും. ഇല്ല വെള്ളം. ഓ, മനസ്സ് മടിച്ചടാ. ഓ, ഇനിയിപ്പോ ഞാൻ പോകുന്നില്ല. തന്നെയല്ല, എനിക്ക് ഇതിനകത്തൊന്നും വലിയ വിശ്വാസവും ഇല്ല.
സോമൻ എന്തിനാ ഇവിടെ കിടന്നേ? എനിക്കറിയാൻ വയ്യ. രാവിലെ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നവണ്ട്. എനിക്ക് തോന്നുന്നു വീട്ടിൽ പോയതായിരിക്കും. വീട്ടിൽ പോയതല്ല, അവന്റെ കഞ്ഞിപ്പാത്രം മൂത്രപാത്രം തലവണ എല്ലാം അവിടെ ഇരിക്കുക. മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുന്ന അത് എത്ര നേരം കൊണ്ട് ഞാൻ 8 മണി മുതൽ അവിടെ നിൽക്കുക അറിയാം. ആരാ വാട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? സൈലൻസ് സൈലൻസ്. ഇവര് പോയില്ലേ അണ്ണാ ഇതുവരെ? നീ അറിഞ്ഞില്ലയോ? 8 മണിക്ക് നിന്നെ ഇവിടെ വന്ന് തിരക്കാ അവര്, മേരി സിസ്റ്റർ. അണ്ണാ ഞാൻ രാവിലെ 8 മണി ആയപ്പോൾ റെഡിയായി. ഞാൻ ആ ഗേറ്റിന്റെ അവിടെ നോക്കിയാ ആ സിസ്റ്റർ ഇവിടെ വന്നു. ആ സമയം കൊണ്ട് നീ എന്താ അവിടെ പോയി നിന്നേ? അപ്പൊ നിങ്ങൾ ഇതൊന്നും കേട്ടോണ്ടിരിക്കല്ലോ. ഇന്നലെ സിസ്റ്റർ വന്ന് പറഞ്ഞത് എന്തുവാ? രാവിലെ 8 മണിയാകുമ്പം റെഡി ആയി നിൽക്കണം, ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ സന്തോഷിന്റെ വെള്ളിമൂങ്ങയും വിളിച്ചിട്ട് ഈ സിസ്റ്ററെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുക. വരണ്ടേ മണ്ട, അതല്ല പറഞ്ഞത്. രാവിലെ 8 മണിക്ക് എനിക്ക് ട്രിപ്പ് കുത്തി വിടണമെന്ന്. അയ്യോ അങ്ങനെയാണോ പറഞ്ഞേ? പിന്നെ ഒന്ന് എന്റെ കൈ ഒന്ന് നോക്കിക്കേ. നല്ല കൈയാണല്ലോ. അതാണ് കൈയിരുന്ന് വരയ്ക്കുന്നത് വേണ്ടോ? കഴിക്കാൻ എന്റെ ആകെ പടം 100 രൂപ ഉള്ളായിരുന്നു. അതിന് ഞാൻ അത്തറും വാങ്ങിച്ച് ദേഹത്ത് തേച്ചു. ഒരു ട്രിപ്പ് വലിയ മണക്കെട്ട്. മണക്കെട്ട് ഇതുപോലൊരു പൊട്ടൻ ചേർക്കൻ. ഈ കഴിഞ്ഞ ദിവസം എന്റെ കാല് വയ്യായിരിക്കുമല്ലോ, പിന്നെ ഞാൻ പറഞ്ഞ എന്റെ കൂടെ കടയിൽ നിന്ന് വരും തോർത്ത് മേടിക്കാനാന്ന് പറഞ്ഞു. ഇപ്പം വന്നു. ഇപ്പം വന്നിട്ട് ആ കടയുടെ തിന്നക്കേ ആ വരാന്തയിൽ ഈ ബൊമ്മ നിപ്പിൽ സാരിയൊക്കെ ചുറ്റി ആ ബൊമ്മയുടെ കയ്യിൽ മൊബൈൽ നമ്പർ എഴുതി കൊടുത്തിട്ട് പറയാ വാട്സാപ്പിൽ ഒരു കായ് ഇട്ടേക്കണേന്ന്. ഇവന് ആ ബൊമ്മ എവിടെ നിന്ന് മാറ്റിയാണോ? പ്രേമമാ പോലും. എനിക്കും ഉണ്ടായിരുന്നു പ്രേമം. ഈ ബൊമ്മയോടാണോ? ബൊമ്മയോടല്ല, ഞങ്ങൾ നാട്ടുമ്പുറത്തുകാരില്ലേ അണ്ണാ. അപ്പൊ അവിടെ മൊത്തം അങ്ങ് റബ്ബറുണ്ടേ. ആര്? നാട്ടുകാരെ? നാട്ടുകാരുടെ റബ്ബർ. അപ്പൊ ഞാൻ അതുവഴി ഇങ്ങനെ നടന്നു പോകും, രാവിലെ പണിക്ക് പോകുന്നത്. അപ്പൊ അതുവഴി ഒരു പെണ്ണ് വരും, റബേക്ക. ആരൊക്കെന്നല്ല, ഒരു റബേക്ക. അതൊരു പെണ്ണിന്റെ പേരാണ്. അവളോട് ഞാൻ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു അണ്ണാ. ഒരു ഗൾഫുകാരൻ പോലെ കാണാൻ വന്നു. അവൾക്ക് അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇവളെന്താ എന്നോട് വന്ന് പറയുവാന്നല്ലോ, ഇനി എന്നെ വേണ്ടാന്ന്. എന്നിട്ട് ഗൾഫുകാരൻ ഒരു കൂടി സിഗരറ്റ് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ട് അവൾ അവന്റെ കൂടെ അങ്ങ് പോയി. ഇവളെ വിചാരം എന്തുവാ, ഞാൻ ഈ സിഗരറ്റും വലിച്ചോണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഞാൻ ആരുടെയൊക്കെയാ മോൻ? എനിക്കറിയാവോ? അതല്ല, ഞാൻ ആരാ മോൻ? എനിക്ക് ഐഡിയ വന്നു. ഞാൻ ആ സിഗരറ്റ് ഉടനെ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തോളം സന്തോഷിന് വലിക്കാൻ കൊടുത്തു. ചുരുക്കം പറഞ്ഞ റബേക്ക കാരണം ഇപ്പൊ സന്തോഷ് വലിച്ചോണ്ടിരിക്കുക. അതാ സത്യം. അണ്ണന് പ്രണയമല്ലോ ഉണ്ടായിരുന്നു അണ്ണാ? എനിക്കോ? ഞാൻ പറയാം. എനിക്ക് എന്റെ വീടിനടുത്ത് നല്ലൊരു പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം ഉണ്ടായിരുന്നു പറഞ്ഞ ഒരു ദിവസം അവൾ എന്നെ വീട്ടിലോട്ട് വിളിച്ചു. ഞാൻ സിസ്റ്റർ പോയി അണം പറയണ. എന്നിട്ട് ഫ്ലോ പോയടാ, പറഞ്ഞു വന്ന ഫ്ലോ പോയി. എന്തോ കാര്യം ഞാൻ ചുരുക്കി അങ്ങ് പറയാം. അവള് തേച്ചിട്ട് പോയി. കൊള്ളാം. ആ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കും ഉണ്ട് ഇതുപോലെ തേച്ചൊരു കഥ. വീട് പണി നടക്കുവാന്നോ? വീട് പണി നടക്കുന്നതിന്റെ എന്നാ ഞാൻ പണിക്ക് പോയ സമയത്ത് ഞാൻ എന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, എടി വൈകിട്ട് 5 മണിയാകുമ്പോ ഞാൻ വീട്ടിൽ വരും കേട്ടോ. എന്നിട്ട് ഡോക്ടർ നമുക്കൊരു കാര്യം ചെയ്താലോ, വെളിയിൽ എവിടെയെങ്കിലും ഒരു റൂം എടുത്തിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് കയറി വന്ന് കിടന്നാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പണി സൈറ്റിൽ നിന്ന് വീട്ടിൽ ചെന്ന് കേട്ടോ. 5 മണി ആയപ്പോഴേ ഇവള് തേച്ചിട്ട് അങ്ങ് പോയി. വേറെ അടുത്തന്റെ കൂടോ? വേറൊരുത്തന്റെ കൂടാന്നോ? എനിക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നുള്ള ഡ്രസ്സ് മൊത്തം തേച്ചിട്ടാ അവൾ അവിടെ വീട്ടിൽ പോയി. പിന്നെ നല്ല ഡോക്ടർ വന്നാ മതിയായിരുന്നു. വലിയ കോമഡി പറഞ്ഞോണ്ട് വന്നതാ അവൻ. എടാ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പൊ എന്റെ കാലിന്റെ എക്സ്റേ എടുക്കാൻ പോകും. ആരെങ്കിലും ഷെയർ ഉണ്ടോ? കൊള്ളാം. ബീവറേജ് പോകുന്ന ഷെയർ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ കൂട്ടാ. ഞങ്ങൾ എന്തിനാ ഷെയർ തരുന്നേ? എടാ നാളെ സൂര്യഗ്രഹണമാ, നേരിട്ട് കാണാൻ പറ്റുമോ? അതില്ല. അപ്പൊ ഷെയർ ഉണ്ടെങ്കിൽ അതിനകത്ത് തരാം. വേണോ? 20 രൂപ. 20 രൂപയോ? ആ ശകലം എല്ലാം കട്ട് ചെയ്ത് തരും. അത് മതി. നിനക്ക് നടുവേനല്ലേ? അപ്പൊ അവന് കാണും എക്സ്റേ. ഇല്ലെന്ന്, ഡിസ്കിൽ ചെറിയൊരു കംപ്ലൈന്റ് ഉള്ളൂ, അത് റെസ്റ്റ് എടുത്താൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുക. അങ്ങനെയാണോ പറഞ്ഞത്? എടാ എന്നോട് പറയുവാ ഡിസ്ക് ചാർജ് ചെയ്യണമെന്ന്. ഡിസ്ക് ചാർജ് ചെയ്യണമെന്ന്? അത് സൺ ഡയറക്റ്റ് ആണ് ഇരിക്കുന്നത്. സൺ ഡയറക്റ്റ് ആണ് എന്റെ നടുവിന് ഇരിക്കുന്നത്. അത് ആ ലിസ്റ്റിക്ക് വിടുന്നത് ചെയ്തിരിക്കുന്നു. ഞാൻ എന്ത് എഴുതി വെക്കുന്നത്? എന്നാ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്തിരിക്കുവാന്ന് ഇന്നത്തെ. കൊള്ളാം. അത് രാവിലെ ഡിസ്ചാർജ് ചെയ്തേക്കോ നിങ്ങളെ? എടാ ഡിസ്ചാർജ് ചെയ്തൊക്കെ എനിക്കറിയാം. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എനിക്ക് ഇടയ്ക്കൊന്ന് ചെക്കപ്പിന് വരണമല്ലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞു അമേരിക്കയ്ക്ക് പോവാ, അതിന് അടുത്ത മന്ത് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ഇനി വീട്ടിൽ പോയാൽ പ്രശ്നമാ. അടുത്ത എനിക്ക് മന്ത് വരാൻ പോവാ. ഞാൻ ഇനിയും മന്തും കൊണ്ട് വലിച്ച് പിന്നെ വരണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി പോകുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ നിർത്തിയിരിക്കുന്നു. അണ്ണാ അതെന്തുവാ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അടുത്ത മന്തെന്ന് പറഞ്ഞാൽ അടുത്ത മാസമേ ഡോക്ടർ വരത്തുള്ളൂ. ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് മന്ത് വരുന്നതായിരുന്നു നല്ലത്. അണ്ണൻ അടുത്ത മാസം വന്നാ പോരായിരുന്നു. ഞാൻ വരുന്നുണ്ടായിരുന്നല്ലോ. നീ എന്തിനു വരുവോ? എന്റെ മാമന് ബൈപ്പാസ് സർജറി അല്ലയോ? ബൈപ്പാസ് ആ തിരക്ക് റോഡിനകത്തോ? ബൈപ്പാസില് ആ തിരക്കിനകത്ത് എങ്ങനെ പോട്ടെ. ഞാൻ തൈറോഡിലെന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഓപ്പറേഷൻ? അത് കൊച്ചു വണ്ടിയൊക്കെ പറ്റുന്ന തൈറോഡല്ലേ? ഇതതുപോലെ ആണോ ബൈപ്പാസ്? ആ തിരക്കിനകത്ത് ഓപ്പറേഷൻ ഭയങ്കര തിരക്കാ അവിടെ. ആ മണ്ടന്മാരെ ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാലേ ഹാർട്ടിന് ചെയ്യുന്ന ഓപ്പറേഷൻ വരാ.
എന്നാ പിന്നെ അത് പറയാൻ പറയാനാന്ന് പറ. ഇപ്പൊ ആ പാപ്പയുടെ മാമന്റെ മോൻ പാപ്പയുടെ ചെറുക്കനോ പാസ്പോർട്ട് എടുക്കാൻ പോയിരിക്കുവോ? അല്ല പാസ്പോർട്ട് ഡോക്ടറെ പറഞ്ഞു ഗുളി എല്ലാം അങ്ങ് വെളിയിൽ നിന്നാണ്. എടാ വെളി രാജ്യത്തുനിന്നല്ല, എടാ ഇവിടെ ഉള്ള മെഡിക്കൽ സ്റ്റോർ വെളിയിൽ നിന്ന് മേടിക്കണം തന്നെയോ. ഓ നീ അവനെ ഞാൻ വിളിച്ചു വരുത്തണമല്ലോ. നിന്റെ ഈ മാമന്റെ കാര്യം പറയും. ഈ അപ്പുറത്തെ വാർഡിൽ കിടന്നല്ലേ എന്റെ മാമൻ. എന്തുവാ പുള്ളി പറഞ്ഞ വെള്ളം അടിച്ച് ഭയങ്കര ആലമ്പായിരുന്നു. ഇവിടെ എല്ലാം കൂടെ പിടിച്ച് കെട്ടിക്കൊണ്ട് വന്നു. 4ാമത്തെ ദിവസം ഓക്സിജൻ കൊടുത്തു. ഇപ്പൊ ജയിലില്ല ആള്. അണ്ണ നല്ല പ്രവൃത്തിയല്ലേ ആണോ ചെയ്തത്? ഓക്സിജൻ കൊടുക്കുന്നതിന് പോലീസ് അവിടെ കൊണ്ടുവന്നിടണം. എടാ എന്താ എങ്ങനെ കൊടുത്തെന്നാ? ഈ ആശുപത്രി ഓക്സിജൻ ഇല്ലയോ, ഓക്സിജൻ സിലിണ്ടർ അത് കൊടുത്തു, മറിച്ച് വിറ്റു. അങ്ങനെ ഇവിടുന്ന് തന്നെ കൊണ്ടുപോകുമായിരുന്നു. കൊള്ളാം. ഒരാഴ്ച ഇവിടെ ഹോസ്പിറ്റലിൽ വിറ്റാണ് പുള്ളിക്കാരൻ. പിന്നെ ഇപ്പൊ അവിടെ വീണ്ടും ഇപ്പൊ വെയിറ്റിട്ട് കിടക്കുക. നമ്മൾ എത്രയോ തവണ വീണിട്ടുണ്ട്. പിന്നെ എനിക്കൊരു വെയിറ്റും ജാട ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവനൊക്കെ എന്തുവാ നടുവിന് വെയിറ്റ് ഇട്ട് കിടക്കുക വീട്ടില്. അങ്ങനെ നീ എവിടെ ചെന്ന് വീണയാടാ ഇത്? വീണ കഥ പറയാം. എടാ ഒരു ദിവസം ഞാൻ റോഡിൽ കൂടെ വന്നപ്പം കുറെ പേര് എന്നെ കൂടി അങ്ങ് തല്ലി. ഞാൻ ഉടനെ ഫോൺ അങ്ങോട്ട് എടുത്തു, വിളിച്ചിങ്ങ് വരുത്തി. വീണ്ടും തല്ലി വിളിച്ചു വരുത്തുവാ. തല്ലി വിളിച്ച് വരുത്തിയ കാര്യമാണെന്നാ പറഞ്ഞത്. ഒരു ഓട്ടോയ്ക്കകത്ത് വടിവാളും എല്ലാമായിട്ട് ഒരു ആശാന ബാബു. എടാ അജാന ബാബു അല്ലെന്ന്, എന്റെ ആശാൻ ബാബു വന്നിറങ്ങിയ. എന്നിട്ട് എന്തോന്നറിയുമോ, പുള്ളിക്ക് 10 പേരൊക്കെ തിന്ന നിസാരമാ. വിരലെണ്ണി അടിക്കും. ഇപ്പൊ എന്തിയാള് പുള്ളി ഇപ്പൊ ഇവിടുത്തെ മുകളിലത്തെ നില കിടപ്പുണ്ട്. നിന്നെ കാണാൻ ഇവിടെ വന്നപ്പോ എന്തിനാ മേളിൽ പോയെ? എന്നെ കാണാനില്ലെന്ന്, ഈ ചാകാറായവരെ കിട്ടിരിക്കുന്നില്ലേ മുകളിലത്തെ നിലയിൽ 9ാമത്തെ അവിടെ കിടപ്പുണ്ട്. ആശാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 10 പേര് നിരന്ന് നിൽക്കുവായിരുന്നു. സത്യത്തിൽ 11 പേരുണ്ടായിരുന്നു. ആശാൻ ഇങ്ങനെ വിരലെണ്ണി ഇങ്ങനെ വന്നപ്പോഴത്തേന് 10 വിരളം തീർന്നു. 11ാമത്തെ കാലയിലെ വിരലെണ്ണാൻ കുനിഞ്ഞതാ, തലയ്ക്ക് അടിച്ചു. അപ്പൊ 11ാമനായി പണിയാണെങ്കിൽ വെള്ളം ഇരിപ്പുണ്ടോ അവിടെ? ഇല്ലടാ വെള്ളമില്ല. ഞാൻ പറഞ്ഞില്ല അവിടെ ബാത്റൂമിലൊക്കെ വെള്ളമില്ല. ഒരു കാര്യം ചെയ്യട്ടാ, നമ്മളന്ന് കവലയില് ചായ കുടിക്കാൻ പോയില്ലേ, അവിടെ തൊട്ടപ്പുറത്ത് കുളമില്ലേ, ഞാൻ അവിടെ പോയി കുളിച്ചിട്ട് വരട്ടെ. നിനക്ക് നീന്തറിയോ? ഇക്കാര്യം പറ്റും ഞങ്ങനെ നീന്തുന്നേ. അതാ ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഒരു സംഭവം നടന്നു. നമ്മുടെ ഈ വെല്ലിയലങ്കിന്റെ അവിടെ ബുദ്ധിമുട്ടിലോട്ട് പോകത്തില്ലയോ, അതിന്റെ വലത് സൈഡിൽ ഒരു കുളമുണ്ട്. സുരേഷ് എന്ന് പറഞ്ഞ ഈ കുളത്തിൽ വീണു. അന്നേരം എന്താണെന്നറിയോ, ആ കരയിൽ താമസിക്കുന്ന ശാന്തമ്മ ചേച്ചി വന്നിട്ട് ഈ സുരേഷിനെ പൊക്കി എടുത്തിട്ട് കരയെ കൊണ്ട് കടത്തി കൃത്രിമ ശ്വാസം കൊടുത്താൽ രക്ഷിച്ചത്. ഇത് കണ്ടോണ്ട് സന്തോഷം എന്നും ചെന്നി കുളത്തിൽ ചാടുക. എന്തിന്? ചാടിയിട്ട് ശാന്തമ്മ ചേച്ചിയുടെ മുറ്റത്ത് പോയി വായും തുറന്ന് നിൽക്കുക ഓക്സിജൻ കൊടുക്കാൻ. കൊടുത്തു, അവിടെ കെട്ടിയോ ശരിക്കാൻ കൊടുത്തു. ഇപ്പഴാ അവന് ശ്വാസതടസ്സം വന്നത്. സമയം എന്തോ? സമയം 11:30. സിസ്റ്ററിന്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലണേന്ന് പറഞ്ഞു. നീ അന്നെ വിട ചെല്ലങ്ങോട്ട്. നിങ്ങൾ സംസാരിച്ചു? ഞങ്ങൾ സംസാരിച്ചോളാം. നിനക്ക് ഈ അസുഖമല്ല മാറിട്ട് എവിടെയും പണിക്ക് പോകത്തില്ല. എങ്ങനെ പണിക്ക് പോകണ? ചെല്ലുന്നിടത്തെല്ലാം ബംഗാളികളെ ഇടിച്ചെടിച്ച് നടക്കാൻ പറ്റത്തില്ല. സത്യം പറയുമ്പോ ഇവിടെ എന്തോ ഇരിക്കുന്നു. നീ ബംഗാളിലോട്ട് ചെല്ലു. അവിടെ ഉണ്ടോ? അവിടെ ബംഗാളികളെ പേട്ടയാ. പിന്നെ അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളില്ലയോ, അവര് വരെ ബംഗാളിയാ. സത്യമായിട്ടും പശു ആടും ഒക്കെ ബംഗാളികളാ. അവിടെ മൊത്തം ബംഗാളികളാ. ഇവിടെ എന്താ ഇരിക്കുന്നു? ഇവരെന്താ കരഞ്ഞോണ്ട് വരുന്നത്? എന്തുവാടാ? ഡിസ്ചാർജ് ചെയ്ത് തന്ന് വീട്ടിൽ പോകാൻ പറയുമ്പോ കരയുന്നേ. സന്തോഷിക്കടാ. എനിക്ക് പോകാൻ വയ്യ, മനസ്സ് വരുന്നില്ല. നമ്മളെ ഒരാഴ്ചക്കാലം നമ്മുടെ ഇവിടെ ഇരുന്നല്ലയോ, അതിന്റെ വിഷമം കാണും. നിങ്ങളെ വിട്ടിട്ട് പോകാനൊന്നും അല്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ അവിടുത്തെ അയലൊക്കെക്കാർ ഉഷ രമണിയൊക്കെ കണ്ടു മടുത്ത്. ഇവിടെ ആണെങ്കിൽ രാവിലെ സിന്ധു സിസ്റ്റർ വരും, ഉച്ചയ്ക്ക് സുജാ സിസ്റ്റർ വരും, മേരി സിസ്റ്റർ വരും 6 മണി കഴിഞ്ഞിട്ട്. ഇവിടൊക്കെ ആണെങ്കിൽ അപ്ഡേഷൻ ഉണ്ട്. എന്റെ നാട്ടിൽ വല്ല അപ്ഡേഷൻ ഉണ്ടോ? കേട്ടോ അണ്ണാ, ഇവൻ പറഞ്ഞ കേട്ടോ, ഇവൻ ഇവിടെ അപ്ഡേഷൻ ഇല്ല പോലും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.